കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയോട് കൂടിയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ ഉണക്കച്ചെമ്മീന്റെ പല റെസിപ്പീസ് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അതുപോലെ ഉണക്കച്ചെമ്മീൻ മാങ്ങക്കറി, ചുരക്ക ഉണക്കച്ചെമ്മീൻ കറി, അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർ കണ്ടു നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ തലയും വാലിൻ്റെ ഒരു ഭാഗമൊക്കെ മാറ്റിയ ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം. ഒരുപാട് സമയം വെള്ളത്തിൽ കുതിർത്തിയെടുക്കണ്ട, മാക്സിമം 10 മിനിറ്റ് തന്നെ മതി കേട്ടോ. ഒരുപാട് സമയം കുതിർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവേഴ്സ് എല്ലാം നഷ്ടപ്പെടും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം അളവിലാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഊറ്റിയെടുത്ത ഈ ഒരു ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വരണം. ഇത് വറുത്തെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളിത് റോസ്റ്റാക്കി എടുക്കുന്നത് കേട്ടോ. തക്കാളി, സവോള അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അവസാനമൊക്കെ ആകുമ്പോൾ തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം കണ്ടോ, ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം, അത്ര തന്നെ മതി. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. അതിനുശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് ചതയ്ക്കണ ഒരു കല്ലുണ്ടല്ലോ, അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോരുത്. ഇനി സെയിം കടായിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള മുറിച്ചതിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 3 വലിയ സവോള മുറിച്ചെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ സവോള നീളത്തിൽ കനം കുറച്ച് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ചെറിയുള്ളി സവോള മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. സവോള ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയായിരിക്കും അത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർക്കണത്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 12 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഒരുപാട് വലിയ അല്ലി വെളുത്തുള്ളിയല്ല, വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 8 അല്ലിയൊക്കെ മതിയാവും. നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും ഇതുപോലുള്ള നാടൻ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിനൊക്കെ നന്നായിട്ട് വരിക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാളും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നന്നായിട്ട് വഴന്ന് വരണം, അപ്പം തന്നെയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് മാറുള്ളൂ. ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ സവോളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. സവോള കണ്ടില്ലേ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, ഇത് മതി. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുക്കത്തില്ല. എല്ലാം കൂടെ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ഒന്ന് ചെറുതായിട്ട് മുറിച്ച് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് ഒരുപാട് പുളിയുള്ള തക്കാളി നന്നായിട്ട് വരില്ല. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ഉടഞ്ഞു വരണം, നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം, തീ കുറച്ച്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, തക്കാളിയും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ.
തക്കാളി ഒന്നും കൂടെ റെഡി ആയിട്ട് വരാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ഒരു കല്ലിൽ വെച്ചിട്ടാണ് ഇത് ചതച്ചെടുത്തത്. ഇത് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് വരില്ല, പക്ഷെ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം, ചൂടുവെള്ളമാണ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു സംഭവമല്ല, റോസ്റ്റ് എന്നുള്ളൊരു രൂപത്തിൽ തന്നെയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതെല്ലാം കൂടി യോജിച്ച് ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു ഗ്രേവിയിലേക്ക് നന്നായിട്ട് തന്നെ വരുന്നുണ്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളിതിലേക്ക് ഒഴിച്ച ആ ഒരു വെള്ളമൊക്കെ വറ്റി ഇത് കണ്ടോ, നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. വെള്ളം ഉണ്ടാവണ്ട, വെള്ളം ഉണ്ടാവുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല ഈ ഒരു സംഭവം. ഇതുപോലെ തക്കാളി സവാള എല്ലാം നന്നായിട്ട് വഴന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സ് ഈ ഒരു ഗ്രേവിയിലേക്ക് നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണിത്. നമുക്കിത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഉണക്ക ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ അധികം കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, പക്ഷെ വളരെ കുറച്ച് മതി നമുക്കിത് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.